ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിലെ എല്ലാ പാട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ത് തോന്നുന്നു നിങ്ങൾക്ക് പാട്ട് കേട്ടിട്ട്? മൊത്തത്തിൽ 3 സോങ്സ് ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വിസിൽ പോഡ് എന്നുള്ളത്, പിന്നെ ഒരു മെലഡി സോങ് സ്നേഹമായിട്ട്, ഇപ്പൊ സ്പാർക്ക് എന്ന് പറഞ്ഞൊരു സോങ്. സ്പാർക്ക് എന്ന് പറഞ്ഞ സോങ് നല്ല കോമഡി ആയിട്ടുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോ തന്നെ പറഞ്ഞു, നമുക്കൊരു ആവറേജ് ഫീലാണ് ആദ്യം തോന്നിയത്. പക്ഷെ സാധാരണ പാട്ടുകൾ കേട്ടിട്ട് ഇഷ്ടം കൂടി വരികയാണ് ചെയ്യാറ്. ഈ പാട്ട് ഞാൻ 1-2 പ്രാവശ്യം കൂടി വീണ്ടും ഇത് കണ്ടപ്പോ അല്ലെങ്കിൽ കേട്ടപ്പോ വലിയൊരു പഞ്ച് പോരാ. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണ് യുവൻ ശങ്കർ രാജ ഇത്രയും വിലപിടിപ്പുള്ള ഒരു താരത്തിന്റെ ഡേറ്റ് കിട്ടിയിട്ട് ഒന്നെന്താ പറയാ, ഒരു ബോംബ് സാധനം കൊടുക്കണ്ടേ. ശരിക്കും അനിരുദ്ധിന്റെ പാട്ടുകളിലൂടെ വിജയ് സിനിമകൾ ഇങ്ങനെ കേറി ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കുക. ആ സമയത്ത് യുവൻ ശങ്കർ രാജയ്ക്ക് ഈ വിജയ് എന്ന് പറയുന്ന നടൻ വരുമ്പോ നമ്മള് ആരാധകരായാലും നോർമൽ ഓഡിയൻസ് ആയാലും നല്ല രീതിയിൽ എക്സ്പെക്ട് ചെയ്യും. പിന്നെ വെങ്കൽ പ്രഭു പോലത്തെ ഡയറക്ടറും. അപ്പോ വെങ്കൽ പ്രഭു ഹിറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ഫ്ലോപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അത് എന്തെങ്കിലും ആവട്ടെ, നമുക്ക് സിനിമ വരുമ്പോൾ കാണാൻ നിൽക്കാം. പക്ഷെ അതിന്റെ മുന്നോടിയായിട്ട് വരുന്ന പാട്ടുകളുണ്ടല്ലോ, ആ പാട്ടുകളൊരു വാമപ്പ് ആക്കണ്ടേ. ഇപ്പൊ നമുക്കറിയാം, ജയിലർ എന്ന് പറയുന്ന സിനിമ ഒരു പ്രതീക്ഷയിലാണ് വന്നിട്ട് അനിരുദ്ധിന്റെ ടൈഗർ ക ഹുക്കും എന്ന് പറഞ്ഞ പാട്ട് ഇറങ്ങിയതിന് ശേഷം ആ പടത്തിന്റെ പഞ്ച് വന്നത്. പക്ഷെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന് ഒരു തരത്തിൽ പോലും ഒരു പാട്ട് പോലും ഭയങ്കരമായിട്ട് ഇംപ്രസീവ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പാട്ടുകൾ പോലും ഇല്ല. എനിക്ക് പേഴ്സണലി വിസിൽ പോഡ് പാട്ട് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എങ്കിൽ കൂടിയിട്ടും ഒരു നമ്മള് കാര്യം എന്തൊക്കെ പറഞ്ഞാലും ബീസ്റ്റ് ഒക്കെ ഫ്ലോപ്പ് ഒക്കെ ആണെങ്കിലും ബീസ്റ്റിലെ ബീസ്റ്റ് മോഡ് സോങ് ഒക്കെ വേറെ ലെവല് സാധന. എന്താ ബീറ്റ് അനിരുദ്ധിന്റെ ഒക്കെ. സോ യുവൻ ശങ്കർ രാജ് ഒന്നും കാണില്ല എന്നാണ് ഞാൻ ആലോചിക്കണേ. മൊത്തത്തില് ട്രോൾ പൂരാണ് ദളപതി വിജയ് എന്ന് പറയുന്ന നടന്റെ ഈ പാട്ടിന്. അത് ആസ് യൂഷ്വൽ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്, വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ട്രോളുകളൊക്കെ മാറ്റി, ട്രോളുകളിലൊക്കെ ഇടിച്ച് മാറ്റിയിട്ട് സിനിമ റിലീസ് ചെയ്യുമ്പോൾ നല്ല റിപ്പോർട്ട് വന്നാൽ മതി. കാര്യം എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഈ സിനിമയ്ക്ക് ഇപ്പോൾ ഒരു തരത്തിൽ പോലുമുള്ള ഒരു പ്രതീക്ഷ ഇല്ല എന്നുള്ളതാണ്. എല്ലാവരും എഴുതി തള്ളി വിട്ടു ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിനെ. ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ പ്രഷർ റിലീസ് ചെയ്യുന്ന പോലെ നല്ലൊരു കാര്യമാണ്. കാരണം ഒന്നും കാണാണ്ട് അല്ലെങ്കിൽ ഫ്ലോപ്പ് എന്ന് ഉറപ്പിച്ചിട്ടാവും കുറെ പേര് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോവുക. അവിടെ കഞ്ഞി പ്രതീക്ഷിച്ച് പോയിട്ട് മട്ടൻ ബിരിയാണി കിട്ടുന്ന ഒരു എഫക്റ്റ് ഉണ്ടായ ഭാഗ്യം, രക്ഷപ്പെട്ടു. കാരണം നമുക്കൊരു ലേറ്റസ്റ്റ് റിപ്പോർട്ട് കിട്ടിയത് ദളപതി വിജയ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന സിനിമ കണ്ടുവെന്നും ഈ സിനിമ കണ്ടിട്ട് രണ്ടാമതൊരു പടം വെങ്കൽ പ്രഭു ആയിട്ട് ചെയ്യുമെന്നും ഉറപ്പ് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. സത്യമാണോന്നറിയില്ല. അത്യാവശ്യം ട്രസ്റ്റഡ് റിസോഴ്സിൽ ആണ് നമുക്ക് ഈ ന്യൂസ് കിട്ടിയത്. സോ വെങ്കൽ പ്രഭു ചിലപ്പോൾ സിനിമയിൽ ഒരു മാജിക് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അതിന്റെ ഗ്ലിംസ് വന്നപ്പോൾ നമുക്ക് തോന്നിയിരുന്നു. ഇപ്പൊ കുറെ പേര് കളിയാക്കുന്നുണ്ട്, DH ഇങ്ങനെ കളിയാക്കുന്നുണ്ട്, അതേപോലെ ഗെറ്റപ്പിനെ കളിയാക്കുന്നുണ്ട്. ഇറ്റ്സ് ജസ്റ്റ് എ സോങ്. ഞാൻ പറഞ്ഞില്ല, പാട്ട് മാത്രമാണിത്. ആ പാട്ട് വെച്ചിട്ട് സിനിമ അളക്കാൻ നിൽക്കണ്ട. പാട്ട് ഓക്കെ, മോശം തന്നെയാണ്, അതിൽ വേറെ വർത്താനൊന്നുമില്ല. പാട്ട് വലിയ എയിമൊന്നുമില്ല, നമുക്ക് വീണ്ടും റിപ്പീറ്റ് അടിച്ച് കേൾക്കാനുള്ള ഒരു പാട്ടൊന്നുമില്ല. പക്ഷെ സിനിമ സെപ്റ്റംബർ 5 റിലീസ് ചെയ്യുമ്പോൾ വെങ്കൽ പ്രഭു ഒന്നും കാണാണ്ടൊന്നും ദളപതി വിജയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനത്തെ ഒരു ഡേറ്റ് ഒക്കെ പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞൊരു പടം ചെയ്ത് അതൊരു ഗുണ്ടാക്കി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാസ് സൂര്യനെ വെച്ച് ചെയ്ത പോലെ ഒരിക്കൽ പോലും ദളപതിനെ വെച്ചിട്ട് പുള്ളി അങ്ങനെ സംഭവം ചെയ്യില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രമല്ല, ഇപ്പൊ കേൾക്കുന്ന വേറൊരു ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിന്റെ ഓഡിയോ ലോഞ്ച് ക്യാൻസൽ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓഡിയോ ലോഞ്ച് ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അത് ഓൾറെഡി ദളപതി പറഞ്ഞു അത്ര. കാരണം ആ ടൈം നോക്കിയിട്ടേ നമുക്ക് ഓഡിയോ ലോഞ്ച് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓഡിയോ ലോഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് പാട്ടുകൾ കേൾക്കാനല്ല, ദളപതിയുടെ സ്പീച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു ചാൻസ് ഇപ്രാവശ്യം ഉണ്ടാവില്ല എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു വാർത്തയോട് ജനങ്ങൾ പ്രതികരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല കാര്യം, ഈ പാട്ട് കേൾക്കാനല്ലേ ഓഡിയോ ലോഞ്ച് എന്നുള്ളതാണ്. സത്യത്തിൽ പാട്ടല്ല, ആ ഒരു എന്താ പറയാ, സ്പീച്ചിനൊരു വാല്യൂ ഉണ്ടല്ലോ. ആ സ്പീച്ച് കിട്ടാൻ വേണ്ടിയിട്ടെങ്കിലും ഓഡിയോ ലോഞ്ച് വരട്ടെ എന്നുള്ള ഫാൻസും പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പാട്ട് ടോട്ടലി ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നെഗറ്റീവ് ഇമ്പാക്ട് തിയേറ്ററിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ഇമ്പാക്ട് ആയിട്ട് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. കാരണം ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന പടം വെങ്കൽ പ്രഭുവായിട്ട് ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്ന സിനിമയാണ്. വെങ്കൽ പ്രഭു ഈ പറഞ്ഞ മാതിരി ഒരു മജീഷ്യനാണ്. ചില സമയത്ത് മജീഷ്യന്റെ മാജിക് ഫലിക്കും, ചില സമയത്ത് കൊളാവും. അപ്പോ എന്തായാലും ഗംഭീര സാധനമാവട്ടെ. എന്തായാലും വെങ്കൽ പ്രഭുവിനുമായിട്ട് രണ്ടാമതൊരു സിനിമ ചെയ്യാന്ന് ദളപതി പറഞ്ഞ കാര്യം സത്യമാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമില് വെടിച്ചിട്ട് സാധനം ഉണ്ടാവും. എന്തായാലും പാട്ട് കണ്ടിട്ട് കുറെ പേര് വിജയ് ഫാൻസിനെയും അല്ലെങ്കിൽ ദളപതി ആരാധകരെ കളിയാക്കുന്നുണ്ട്. പാട്ട് കണ്ടിട്ട് ഒന്നും കളിയാക്കണ്ട, പടം എന്തായാലും ഗംഭീര സാധനം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്ന അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് ഇതിനെ പറ്റിയുള്ള അഭിപ്രായം എന്നുള്ളത് വീഡിയോന്റെ താഴെ ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.